ഇതല്ലേ ഇങ്ങോട്ട് സീക്രട്ട് ഉണ്ട്. ഭയങ്കര പ്രൈവസി ഉണ്ട് കേട്ടോ, ഭയങ്കര പ്രൈവസിയാണ്. വൈഫെങ്കി വൈഫെന്ന് വൈഫ് നിനക്കൊക്കെ എന്താണ് നിനക്കൊക്കെ കണ്ടിട്ട് പൊക്കോ കാര്യം പറഞ്ഞേക്കാം. ജോക്കി എങ്ങോട്ട് പോയി? പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പിന്നെ ജോക്കി എത്ര വേണം? രണ്ടെണ്ണം മതി. ഗീവ് ഒരെണ്ണമാണോ കിട്ടിയത്? നിക്ക് 3 തരാം. ഗീവ് കിട്ടിയോ? കിട്ടിയില്ലേ ജോക്ക്? ഹലോ കിട്ടി. ഇത് പറയാൻ പോകുന്ന കാര്യം നമ്മളുടെ ഗ്യാങ്ങിനും നമ്മളുടെയും നല്ലതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ കുറച്ച് കള്ളമൊക്കെ കാണിക്കണം ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ. ജോക്കി എനിക്ക് പറ്റില്ല ജോക്കി. അത് ഞാൻ പറയാം ജോക്കി, എനിക്കൊരു കള്ളം പോലും ഒരാളുടെ അടുത്ത് പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനെ ഞാൻ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. അതെനിക്കറിയാം നിനക്ക് പറ്റത്തില്ല, പക്ഷെ കേക്ക് എടുത്താണ് പറയാൻ പോകുന്നത്, മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഇന്ന ആളെന്നില്ല ജോക്കി. ഞാൻ ജീവിതത്തിൽ ഒരാളുടെ അടുത്ത് പോലും ഞാൻ കള്ളം പറയാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാക്കല്ലേ. നമ്മളെല്ലാം സ്ക്രിപ്റ്റ് പ്ലാൻ ആയിട്ട് വെച്ചേക്കുവാണ്, നീ കൊളവാക്കല്ലേ. ജോക്കിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ കള്ളം പറയാം, ഒരിക്കൽ മതി. എന്താ പിച്ചും പറയണം? ഹലോ കേട്ടില്ല? ഹലോ അല്ല നമ്മുടെ എന്റെ വളർത്തു ഗുണം എന്ന് പറഞ്ഞാണേ, നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ ആരും കേൾക്കത്തില്ല. ഓ അപ്പോഴത്തേക്ക് സ്ഥലം പിടിച്ചോരെ മുണഞ്ഞങ്ങള്. ഒളിഞ്ഞു കേൾക്കാൻ വരുന്നവനെ വെടിവെച്ചിടുമെന്നാണ് ജോക്കിയുടെ പ്രഖ്യാപനമേ. കള്ളതാ ആര്? ജോക്കിയെ പറ്റിയാണോ? ഒരുപാട് നാളത്തെ ശേഷം ആർപ്പിൽ വരുന്നതാണ്. നോക്കണമല്ലോ ജോക്കി ഇങ്ങനെ ഇരുന്നേ സംസാരിക്കാൻ പറ്റുള്ളൂ ജോക്കി. ഞാനിരിക്കാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ കേക്ക് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഒരു 1.5 ലക്ഷം കോടിയുണ്ട് ആസ്തി. ശരിക്കും എത്ര വാ തുറന്ന് കള്ളം പറയാൻ ഞാൻ ജോക്കി ഒരക്ഷരം പോലും തെറ്റാതെ. അതാണ് നമുക്ക് വേണ്ടത്. എണ്ണിക്കല്ലേ. അപ്പൊ നമ്മള് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാസ്മിൻ ഉള്ളപ്പം കേക്ക് ഇല്ല, കേക്ക് ഉള്ളപ്പം യാസ്മിൻ ഇല്ല, കേക്ക് ഇല്ലാത്തപ്പം യാസ്മിനും ഇല്ല. പക്ഷെ കേക്ക് യാസ്മിൻ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ആരാ പറഞ്ഞത്? രണ്ടുപേരും ഒരുമിച്ച് വരത്തുള്ളൂ, അല്ലാത്തപ്പോ രണ്ടുപേരും കാണത്തില്ല. ഓക്കെ. അപ്പൊ നമ്മളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ജോണി പാപ്പനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജോണി പാപ്പ നമ്മുടെ കൂടെ നിൽക്കും. ഓ മാട വിളിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ സ്പീക്കർ ഇടാം കേട്ടോ, കുറച്ച് ഗംഭീരത്തിലൊക്കെ ആയിരിക്കും. ഹലോ കേക്ക്, ഫ്രീ ആയോ? 10 minutes നമ്മൾ വരാം. എവിടേക്കാണ്? ഓഫീസിലേക്ക്? സാധാരണ നമ്മൾ മലമൂട്ടുകളിലല്ലേ കാണാറുള്ളൂ. ഏതെങ്കിലും മലയാളം ഡാമിന്റെ വണ്ടിക്ക് പിടിക്കാം. ഡാമിന്റെ വണ്ടിക്കാണല്ലേ? ഡാമിന്റെ വണ്ടിക്കാണ് നമ്മൾ. ഡാമിന്റെ വണ്ടിക്ക് ഞാനും വാസുമനും ജോണി പാപ്പനും കൂടെ അങ്ങോട്ട് വരാമേ. ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കുള്ളൂ. ആളെ കൂട്ടണോ? വേണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി. പിന്നെ ശരി. ഇയാളുടെ ഇതും പറത്തിലും കണ്ടു കഴിഞ്ഞാൽ ഇയാളെ തമന്നയില് തട്ടിക്കൊണ്ട് പോയാ. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല പിന്നെ ഇയാളുടെ കയ്യില് ഇത്രയും സാധനമുണ്ട്. അപ്പം ഞാനൊരു സാധനം അടിച്ചിറക്കിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പെൺകോന്തം കേജില്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. ധൈര്യത്തോടുകൂടി പറയുന്നേ. പറയുന്നേക്ക് നമ്മള് അയാളെടുത്ത് ഇതൊന്ന് മുഴിപ്പിക്കട്ടെ. കോച്ച് മാത്രം ഒന്ന് ബാക്ക് സൈഡിലോട്ട് വന്നേ. പറയില്ലോട്ടോ. നമ്മള് പറഞ്ഞെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അണ്ടി ഫാക്ടറിയിലുള്ള അമ്മിണിയില്ലേ, അമ്മിണിയല്ല കൺമണി. പെട്ടെന്ന് തെറ്റിപ്പോയതാ. അണ്ടി ഫാക്ടറിയിലെ കൺമണി നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ഇതാക്കിയിട്ട് കേജിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടി ഫാക്ടറി ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് ഒരു 3000 കോടി നമ്മള് കേജിന് കൊടുത്തിട്ടുണ്ട്. കൂട്ടണോ?
3000 കോടി മതി. ഒരു 3500-4000 ആക്കാം. ഇല്ല 3000 കോടി മതി. ഇങ്ങേര് വന്ന ഉടനെ എന്റെ കാര്യം ഇത് 3000 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കേക്ക് എടുത്ത് പറയാണ് ജോണിപ്പാപ്പൻ ആണ്ടിലാണ് അടുത്ത സീൻ. ജോണിപ്പാപ്പൻ പറയും കേക്ക് പിള്ളേര് 3000 കോടി തന്നിട്ട് അത് ഇതുവരെ കേജ് പോയി. നമ്മള് കേജിനാ കൊടുത്തേ, കേക്ക് അറിയത്തില്ല. പക്ഷെ നമ്മള് കേക്ക് എടുത്ത് പറയും ജോക്കി അങ്ങനല്ല സ്റ്റോറി. എങ്ങനെയാ സ്റ്റോറി എന്ന് പറഞ്ഞാ കേജ് എന്നോട് ഉറപ്പ് പറഞ്ഞ് ഈ ബിസിനസ് ചെയ്യാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് നമ്മൾ അണ്ടി ഫാക്ടറി എല്ലാം കൊണ്ട് കാണിച്ചിട്ട് പുള്ളി പറഞ്ഞ് പുതിയ മെഷീനറിയും പുതിയ സാധനങ്ങളും എടുത്തോളാൻ. പുള്ളി പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ മെഷീനറി മേടിച്ചത് 3000 കോടിക്ക്. 3000 കോടി രൂപ കൊടുത്തിട്ട് പിന്നെ പുള്ളിയില്ല, മെഷീനറി ഇല്ല, ഒന്നുമില്ല. അല്ല മെഷീനറി മേടിച്ച് നമ്മൾ ഇവിടെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്കാൻ പറഞ്ഞാൽ കൊണ്ട് കാണിക്കാം. പക്ഷേ 3000 കോടി 3000 കോടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീനറി ഉണ്ടല്ലോ, പിന്നെ നമ്മൾ 3000 കോടിക്ക് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കും. അങ്ങനല്ല പറയുന്ന കേക്ക്. 3000 കോടിയുടെ സാധനം നമ്മൾ ഓൾറെഡി മേടിച്ചു വെച്ച് ഇനി ഒരു 10000 കോടിയുടെ മൊത്തം 13000 കോടിയായിരുന്നു ഡീല്. ഇനി ഒരു 10000 കോടിയുടെ 10000 കോടി ഇനി ഒരു 10000 കോടിയുടെ തന്നാ നമ്മൾ ബാക്കി അണ്ടി ഫാക്ടറി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഫാക്ടറി മേടിച്ച് കുറച്ച് അണ്ടിയും വിതറിയും 10 പേരെ കൊണ്ട് നിർത്താം. ഇവിടാണെങ്കിൽ ഇഷ്ടം ആണുങ്ങൾ പോലും പെണ്ണുങ്ങൾ ഇഷ്ടം പോലും ഇപ്പൊ ഈ ഗ്യാങ്ങിന് വെള്ളിയില് നമുക്ക് ഇവന്മാരൊക്കെ ഗേൾ ഫ്രണ്ടിനെ എല്ലാം വണ്ടി എല്ലാം കൊണ്ടുവന്ന് എല്ലാത്തിനും കൊണ്ട് നിരത്തി പറക്കോടെ നിർത്താം. കാര്യം പറയുന്നറിയോ, പുള്ളിക്കാരൻ എടുപിടിയെന്നൊന്നും പറയണ്ട, മാസം ഒരു 500 കോടി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നോട്ടെ. ഞാനിപ്പം ജോഗിക്ക് വേണ്ടി കള്ളനായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ എന്റെ മനസാക്ഷിയോടൊന്ന് ചിന്തിച്ചോട്ടെ ഒരു മിനിറ്റ്. 500 1000 കോടിയോ ജോഗി മാസം 1000 കോടി. 1000 കോടി. 1000 കോടി. അപ്പൊ 1000 കോടി വെച്ച് പുള്ളി തരണം. അപ്പൊ തരാൻ പറ്റത്തില്ലെന്ന് പുള്ളി പറയുവാണെങ്കിൽ അവിടാണ് നമ്മുടെ ജോണിപ്പാപ്പന്റെ സാധനം. ജോണിപ്പാപ്പൻ പറയാണ് കേക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇനി കേക്കുള്ള ഗൺ ഡീലിങ്സ് നമ്മൾ ആകെപ്പാടുള്ള ഡീലിങ്സുമായിട്ട് ഈ സിറ്റിയിൽ സഹകരിച്ചു പോകുന്നത് TVയും KVA. KVAക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും എന്ന് ജോണിപ്പാപ്പൻ അങ്ങ് എടുത്തിടും. പിന്നെ കേക്ക് കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം എന്റെ കയ്യിലാണ് ബോൾ. എന്താണ് ബോൾ എന്ന് പറഞ്ഞു? ഞാൻ ഗോൾ അടിക്കത്തില്ലേ, ഞാൻ അവിടെ വെച്ച് അറിഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ വേറെ കാര്യം പറയട്ടെ ജോഗി. ഇനി ഇൻ കേസ് ഞാനിപ്പോ എക്സാമ്പിൾ പറയാണ്. അതായത് കേക്ക് എടുത്ത് നമ്മൾ പറയുക KVA റെഡി അല്ല. ഇതാരാ നമസ്കാരം. എന്തൊക്കെയാണ് പരിപാടി? എന്താ ഇവിടെ കുത്തിയിരിക്കുന്നത്? ഇങ്ങനെ ഞങ്ങള് കാഷ്വൽ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. കാഷ്വൽ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇപ്പൊ ഇവിടെ കാണാറില്ലല്ലോ, എവിടെയായിരുന്നു? എന്നാ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പോവായിരുന്നേ. അപ്പൊ ചിലപ്പോ നാളത്തേക്ക് പോയാന്ന് പറഞ്ഞ്. ആണല്ലേ? ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അറിയാം. ഉപദ്രവം ഉള്ളത് അവർക്കറിയാം. ഉപദ്രവം കൊണ്ട് ഉപകാരമില്ല, ഉപദ്രവം ഉള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് വരണ്ടാന്ന് പറഞ്ഞത്. മനസ്സിലായോ? വിഷമം വേണ്ട. എന്നാലും പോർട്ടബിൾ ഉണ്ട്. ജനാണ് പാടണ റെസ്പെക്ട് അല്ലേ? കുഴപ്പമില്ല, എത്ര മതി? ഇരുന്നോ എല്ലാത്ത റെസ്പെക്ട്. കളിച്ചാരല്ലോ ഇങ്ങനെ ഇരിക്കണേ. ഞാൻ തിരിഞ്ഞിരിക്കണം, അതായിരിക്കും നല്ലത്. എവിടുന്നൊക്കെ വരുന്നടാ നോക്കിയടാ ചുറ്റിരിക്കുന്ന ആർമി പ്ലേയേഴ്സിനൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ഡാം എടാ ചന്ദ്ര അറിഞ്ഞോ? എടാ ഇവിടെ ഡാം ഇവിടെ വെള്ളക്ഷാമം വരാൻ പോണു കുടിവെള്ളത്തിന്. ഇവിടെ ഡാം ഇപ്പൊ അവര് തമിഴ്നാട്ടുകാര് വെള്ളം ഫുള്ള് എടുക്കുകയാണെന്നുള്ളൊരു പരാതി ഉണ്ടത്. നമ്മളിവിടെ നമ്മുടെ കടൽ വെള്ളം നമുക്ക് ഉപ്പ് മാത്രം ഫിൽറ്റർ കളഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റിയ പോരാണ്. അല്ല നമുക്ക് ഞങ്ങൾ അതിന്റെ ഒരു ചെറിയ സമരത്തിന്റെ കാര്യം സംസാരിക്കാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരിടത്ത് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അതിന്റെ കാര്യം ജോക്കി ഇപ്പൊ പറഞ്ഞതേ. എന്താടാ അതെന്താ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ വട്ടം ഇതേപോലെ സമരത്തിന് പോയി കല്ലറിയും കൊണ്ടാണ് നമ്മളെ സമരത്തിന് കല്ലറിയും കൊണ്ട് അടിയും കിട്ടി. ഒരു മിനിറ്റ് എടാ, എനിക്ക് ഓസിയിലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോള് വരുന്നു. ഒരു മിനിറ്റ്. എന്നെ കൊണ്ടുവരുന്നോ ചേട്ടാ?
ഓക്കെ ഓക്കെ അമ്പത്തൊന്ന് വയസ്സാണ്. ഇല്ല നമുക്ക് സോൾവ് ആക്കാം. അവർക്കും വെള്ളം വേണം, നമുക്ക് വെള്ളം വേണം. അത്രേ ഉള്ളൂ. രണ്ടുപേർക്കും വെള്ളം വേണ്ടുന്ന രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. നോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ച് കൊണ്ടുപോകും. ഞാൻ ലൊക്കേഷൻ പറഞ്ഞോളൂ കറക്റ്റ് ആയിട്ട് കാക്കനാടുള്ളത്. അടിക്കുമല്ലോ അതിന്റെ പാണ്ഡിതുരയൊക്കെ വരും അവിടെ നിന്ന് വണ്ടിയിലൊക്കെ വരും. ആലോചിച്ച് ഒരു തമിഴ്നാട് വണ്ടി വാടകയ്ക്ക് എടുത്ത് തമിഴ്നാട് വണ്ടി വാടകയ്ക്ക് ഇന്ന് ബാംഗ്ലൂർ പോകാനുള്ളതാ. ഞാൻ ഒരു കാര്യം പറയാം. അവന്മാര് തമിഴ്നാട് ബൗണ്ടറി വെച്ച് എന്നെ ഫ്ലൈറ്റിൽ ഇറങ്ങിട്ട് എന്തിനു ചെയ്യും? അണ്ണനെ അറിയില്ല, മഷിയെ കളയവന്മാര്. പറഞ്ഞ പോലെ കോച്ച് വിട്ടിരിപ്പുണ്ട്. പണ്ട് മറ്റേ ബൂട്ട് ക്യാമ്പ് തല്ല വന്നപ്പോ ആദ്യം ഇറങ്ങി പറ്റിയ ഫ്ലാറ്റിൽ ചാടാവുന്ന ആളാ. താഴോട്ട് ചാടാവുന്ന ആളാ. ഞാൻ ഉള്ളപ്പോ എന്തിനു പേടിക്കുന്നത്? ഒരു ചെറിയ വള്ളി വെച്ചായിരുന്നല്ലോ പണ്ട്. കോച്ച് ഒന്ന് കൊണ്ടുവന്നേ. ജോക്കി ഒരു മിനിറ്റ് ജോക്കി. ഞാൻ അതല്ല ഇപ്പൊ പോവല്ലേ? ഇപ്പൊ പോവാ. ശരി ശരിയാ. ഒരു കോച്ചൊന്ന് വന്നേ. கோச் എന്തായിരുന്നു இன்ஃபர்மேஷன்? மிஸ்டர் ரெக்ஸ்லயே ஒரு புள்ளி கன் செல் பண்றான். அதுக்கு என்ன பண்ண முடியும் நம்ம? அவங்க கேங் மிஸ்டர் எக்ஸ் டீம்ல இருந்தே ഫിറോസ ഇക്ക ഫിറോസിക്ക ഒരു 2 ഡേയ്സാ ഒരു 100 ഗൺ സെൽ ചെയ്ത്, അതുക്ക് മുൻപ് ഒരു 100 ഗൺ സെൽ ചെയ്ത്. ഈ ഇൻഫർമേഷൻ എടാ ഇതിലും വലുത് നമുക്ക് എന്ത് വേണം കോച്ച്? ഇന്ന് കേക്ക് ഞാൻ അങ്ങ് നിർത്തി പൊരിക്കും. ഞാൻ ഇന്ന് കണ്ടോണേ. ഇത് ശരിക്കും ജെന്യുവൻ ഇൻഫർമേഷൻ ആണോ? അവനെ വിളിക്കാം. അവൻ ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കട്ടോ. ഉനക്ക് ലൗഡ് സ്പീക്കറിൽ ഇടറേ. ഈ തല്ലിവ എടടാ പോണേ. ഇന്ന് കേക്ക് അങ്ങ് നമ്മളിങ്ങനെ വാടപ്പിക്കുന്ന കണ്ടോണേ കേക്ക്. ഞാൻ എങ്ങനെ ഇത് ഡീൽ ചെയ്യാൻ പോലെന്ന് കണ്ടോ നിങ്ങൾ? കേക്കാമോ? ഹലോ കേക്കാം. ഹലോ പറ. കോച്ചിന് പറഞ്ഞില്ലേ? തിരിച്ചു പറ. എന്താ നിന്റെ പേരെന്താടാ? പേരെന്താ? പേര് ജീമോൻ. ഇവ പുള്ളി ആക്ച്വലി മുന്നാടി ഗൺ സെയിൽ ചെയ്തിട്ട്. അല്ല പുള്ളി ഗൺ സെയിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവനെ ഗൺ സെയിൽ ചെയ്ത് നിർത്തിയതാ. ആണല്ലേ? നീ ഇന്ന് സിറ്റിയിൽ ഉണ്ടാവോ? ഇന്ന് ഞാൻ ഇപ്പൊ ടീം കളിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. നാളെ ഒരു 10 കോടി തന്നാൽ എങ്ങനെയാ നിക്കാവോ? ഇല്ല, ഞാൻ ഒസാമന്റെ കൂടെ ജോലിക്ക് കയറാൻ നിക്കായിരുന്നു. 10 കോടിയൊക്കെ കൂടുതൽ അവര് തരുന്നു. അവിടെ തരുമായിരിക്കും അല്ലേ? ഇല്ല പ്രശ്നമില്ല, അപ്പൊ വരാ. എവിടെ ഉണ്ട്? അല്ല ഇപ്പഴല്ല, നമ്മളെ മിസ്റ്റർ എക്സിനെ കാണാൻ പോണതേ ഉള്ളൂ. അന്നേരം വിത്ത് പ്രൂഫ് നമുക്ക് കാര്യങ്ങൾ ഇതാക്കണേ. പക്ഷെ ഈ ഫിറോസിക്കാരനത് ഇപ്പൊ മിസ്റ്റർ എക്സിൽ ജോയിൻ ചെയ്തിക്കണേ. മിസ്റ്റർ എക്സിൽ ജോയിൻ ചെയ്തിരിക്കണം അവൻ. അതിന് ഈ മിസ്റ്റർ എക്സിൽ അവൻ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? അതെനിക്കറിയില്ല, ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ ആയിണ്ടാവും. 2 വീക്ക് ആയിട്ടുണ്ടാവും. അതിന് മുമ്പാണോ അവൻ നിനക്ക് ഗണ്ണെടുത്ത് തന്നോണ്ടിരുന്നേ? ഞാൻ അപ്പോൾ ചോദിച്ചപ്പോ ഗണ്ണുണ്ടെന്ന് പറഞ്ഞ എത്ര എണ്ണം വേണമെന്നൊക്കെ ചോദിക്കാൻ. അപ്പൊ അതിനു മുമ്പ് നിനക്ക് എത്ര ഗണ്ണെങ്കിൽ തന്നിട്ടുണ്ടാവും അവൻ? ഞാൻ ഒരുമിച്ച പോക്ക്. മൂപ്പരാണ് ഡീലൊക്കെ ചെയ്തത്. ഞാൻ മൂപ്പര കൂടെ പോക്കാം. മൂപ്പര കൂടെ പൊക്കാമെന്നോ? മനസ്സിലായില്ല. മൂപ്പര കൂടെ പോക്കാണോ? ഡീലൊക്കെ ചെയ്ത. എന്നാൽ ഒരു ആവറേജ് എത്ര ഗണ്ണ് വിറ്റിട്ടുണ്ടാവും? അതെനിക്കറിയില്ല. എത്ര 150 അങ്ങനെ എന്തോ പറഞ്ഞ. ഓക്കെ. ഈ മിസ്റ്റർ എക്സ് കേറുന്നതിന് മുമ്പ് പുള്ളി നോർമൽ സിറ്റിസൺ ആയിരുന്നോ? സിറ്റിസൺ. ആ സിറ്റിസൺ ആയിരുന്ന സമയത്ത് പുള്ളിക്ക് എങ്ങനെയാ ഗണ്ണ് കിട്ടിയെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതെന്തോ ഏതൊരു ബോസിന്റെ അടുത്ത് വാങ്ങലെന്ന് പറഞ്ഞു. ബോസിനോട് ചോദിച്ചിട്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത്. ആ ബോസിന് മുമ്പ് ചന്ദ്രൻ എന്നൊരു പേരുണ്ടോ? അതറിയില്ല, ബോസ് എന്ന് മാത്രം അറിയില്ല. ഇത് കറങ്ങി തിരിച്ച് ജീവിയെ തന്നെ വന്നു കോച്ച്. ബോസിനെ പറ്റി എന്തെങ്കിലും ഒരു നേരിട്ട് കണ്ടിട്ടുണ്ടോ? ലീഡർ എന്നൊക്കെ മനസ്സിലായോ? ലീഡർ ബോസ് പറയാ. ഓ അങ്ങനെ പേരല്ല ബോസ്. ഓ ഓക്കെ ഞാൻ ഒരു ചോദ്യം തെറ്റായിരിച്ചു കേട്ടോ.
ഇപ്പൊ ഇത് ഹലോ 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 പറയടാ, നിന്റെ വീഡിയോ കാണുന്നില്ല. അന്റെ വീഡിയോ കാണുന്നില്ല, ഓണാക്ക്. അതെ ഇപ്പൊ കാണാം. നീ എവിടെ ഇരിക്കുന്നു? ഞാൻ ഇവിടെ എവിടെ? കാട്ടില്. എനിക്ക് നിന്നെ കാണുന്നില്ല. എനിക്ക് അണ്ണനെ കണ്ടൂടാ. ഒളാ കൂടെ വെച്ചിട്ട്. ஹலோ ആ அவன் സംസാരിച്ച് അവൻ പ്രൂഫ് ആയിട്ട് ഉന്നാல என்ன எடுத்துட்டு வர முடியும் ചോദിച്ചു. ஓகே ആ, ആ. ഡീലർ ഗൺ ഡീലർ പண்ற மாதிரி ഇവിടെ എടുത്തിട്ട് വരാൻ அப்படின்னு പറഞ്ഞു. ഇല്ലില്ല, നമുക്ക് തൽക്കാലത്തേക്ക് ഇന്ന് അങ്ങേരുടെ അടുത്ത് പിടിച്ചിരിക്കിയത് മതി, മനസ്സിലായ? ബാ. ഹലോ ആ പറയടാ. ജായ് അണ്ണ ഇവിടെ കാട്ടില് കൊമ്പാച്ചന്റെ മലക്കയുടെ പോണ്ട്. പക്ഷെ ഈയിടക്ക് സ്വന്തം ടിക്കറ്റ് വലിച്ച് ബാനായ കൊമ്പാച്ചനില്ലേ? ഇടാ എന്താടാ നിനക്ക്, വിടറാ. അണ്ണ അറിഞ്ഞില്ലേ സിറ്റി എക്സ്ലാൻഡിസിന്റെ വക അവാർഡൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരാള് സ്വന്തമായിട്ട് ടിക്കറ്റ് വലിച്ച് സ്വന്തമായിട്ട് 30 ദിവസം ബാൻ മേടിച്ചു പോയത്. നിനക്ക് അതെന്റെ ഞാൻ ഇത് 5 വർഷമാണ് ഈ ഒരു ഫീൽഡ്. ഇതുവരെ ഞാൻ ഇങ്ങനെ സ്വന്തത്തിൽ ടിക്കറ്റ് അടിച്ച് 30 ദിവസം ബാൻ മേടിച്ച് ആരെ കണ്ടിട്ടില്ല. പെട്ടെന്ന് അവനെ കണ്ട അടുത്തൊന്ന് എന്താ പറയല്ലോ. ചരിത്രത്തിൽ എഴുതപ്പെടും. ഇവിടുത്തെ എല്ലാ തൂണുകളിലും, ലോസ് ആൻഡസ് എല്ലാ തൂണുകളിലും അറിയപ്പെടും. ചന്ദ്ര എന്താണ്? ചന്ദ്ര അവരുടെ ആളാണോ? ചന്ദ്രൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ആ കാര്യം. ചന്ദ്രൻ അറിഞ്ഞിട്ടില്ല. ചന്ദ്രനെ അത് വിശദീകരിച്ച് ഞാൻ പറയാം. ചന്ദ്രു, നമ്മുടെ ഇത് സത്യം പറഞ്ഞത് റയറായിട്ട് ഇന്നൊരു നമ്മുടെ മനുഷ്യർക്ക് അറിഞ്ഞത് പറ്റാത്തൊരു കാര്യമാണിത്. ആദ്യമായിട്ടാണ് ഇത് നടന്നത്. നമ്മുടെ RP ഹിസ്റ്ററിയില് എഴുതപ്പെടേണ്ട ഒരു ചരിത്രമാണിത്. കണ്ടുപിടിച്ചോ? ഒരു പയ്യൻ സ്വന്തത്തിൽ ടിക്കറ്റ് അടിച്ച് ഓപ്പോസിറ്റ് ഗ്യാങ്ങിനെതിരെ. പക്ഷെ അവസാനം ആ പയ്യൻ തന്നെ 30 ദിവസം ബാൻ മേടിച്ചു പോയി സ്വന്തം ടിക്കറ്റ്. നമ്മുടെ കൂട്ടത്തിൽ ആരുമല്ല. TJ-യുടെ സിറ്റുവേഷൻ നടന്നതാ ചന്ദ്ര ഇന്നലെ. നമ്മുടെ സിറ്റുവേഷൻ ആണോ? അല്ലല്ല ഇന്നലെ T47 ആയിട്ട് ഒരു സിറ്റുവേഷൻ നടന്നപ്പോഴേ വീഡിയോ വലിച്ചു പുള്ളി. വീഡിയോ വലിച്ചിട്ട് അവര് അഡ്മിൻസ് VC വരാൻ പറഞ്ഞപ്പോ അവിടെ നിന്നപ്പോ PO ഇല്ല. 30 ദിവസം PVP വൻ. എന്താ കണ്ണാപ്പി? ഞങ്ങളെ ഇങ്ങോട്ട് വാ. കളിയാക്കി ചിരിക്കാറില്ല. നമ്മളെ കുറച്ച് അഡ്മിനെ തന്തയ്ക്ക് വിളിച്ച് ബാൻ മേടിച്ചവനൊക്കെയാണ് ഇത് കളിയാക്കണത്. ഓരോ ജോഗി. പക്ഷെ പണ്ടത്തെ അണ്ണുവിന്റെ വാസുണ്ണ വിളിയാണ് എനിക്ക് കുറച്ചൊരു ഇഷ്ടം കേട്ടാ. എടാ അത് എന്തിനാണെന്നറിയോ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്? ചന്ദ്ര വിളിച്ചോണ്ടിരുന്നത് ശരിക്കും അന്ന് ഇതായിട്ട് വിളിച്ചോണ്ടിരുന്നത്. അപ്പോഴേ പുള്ളിയുടെ മുമ്പിൽ ഒരു മാസ് അടിക്കാന്ന് വിചാരിച്ച് വന്നു. അപ്പോഴത്തെ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് പുള്ളി ഇപ്പൊ AFK ആയിട്ട് നമ്മളെന്തിനു പറയണമെന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കി ഒന്നുടനെ 2 തഗ്ഗായിരിക്കേ നിർത്താൻ 2 തഗ്ഗായിരിക്കും. അണ്ണു അണ്ണു പോവാം. എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്താടാ അണ്ണാ. നമ്മള് അലീനയൊക്കെ ഇല്ലേ അണ്ണാ, ട്രഷോപ്പിൽ നിന്നപ്പം മറ്റേ BCZ എന്ന് പറഞ്ഞ ഗ്യാങ് വന്നിട്ട് അത് ചോദിക്കണം. മെയിനായിട്ട് വന്നേ എന്റെ പെണ്ണടിച്ചു ചോദിക്കണം. ചുമ്മാ ഒന്ന് നിന്റെ പെണ്ണാ? നിനക്ക് വേണ്ടതല്ലേ പറഞ്ഞേ? വേണ്ടാത്ത പെണ്ണിനെ ആരെങ്കിലും അടിച്ചോണ്ട് പോയത് നമ്മളെന്തിനു ചോദിക്കണം?
അടിച്ചോണ്ട് പോയില്ലാണ് അടിച്ച് വെടിവെച്ചത് മറ്റേ പൊരവെള്ള വലിച്ചു കയറുമല്ലേ. അണ്ണാ എന്നിട്ട് അടിച്ചിട്ടാണ് അടിച്ചിട്ട് അവള് വന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിനാണല്ലോ അണ്ണാ. അപ്പൊ ഞാൻ പോയി, ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ നമ്മള് കോച്ച് ഉണ്ടായിരുന്നു എന്റെ കൂടെ, സംസാരിക്കാൻ പോയി. അവരെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് അവരെ വിളിച്ച് എന്തിനാ അടിച്ചെന്ന് ചോദിച്ചപ്പോ ആദ്യം വന്ന് മാനിച്ച് സംസാരിച്ചു, പിന്നെ വന്ന് ഭയങ്കര കോണ. ഈ ചേട്ടൻ പോരാ മറ്റേ ചേട്ടൻ വേണോന്ന്. ചേട്ടൻ പിന്നെ പറഞ്ഞു മറ്റേ ചേട്ടൻ വന്നാലും ഒന്നും നടക്കത്തില്ല. 4 പേരെ പറഞ്ഞിട്ടാ ഇവിടുന്ന് ഒരു 25 പേരെ ഉണ്ടെങ്കിൽ ആ റൂള് പറഞ്ഞ അഡ്മിൻ നമ്പർ ഒരു 30 മൊത്തം ഇതായി. ഞങ്ങൾ ആ സൈഡിൽ വന്നു, ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി വരണം. അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞാൻ അതിൽ കൂടെ വന്നേ, ഞാൻ അതിൽ കൂടെ കാട് കയറിയാ വന്നേ, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ സ്ട്രേറ്റ് കാട് കയറല്ല, ഞാൻ മെയിൻ റോഡിൽ കൂടെ വന്നേ. അതാ പ്രശ്നം. മെയിൻ റോഡിലല്ലേ പാലം, മണി ട്രഫിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള പാലം. ആ പാലത്തൂടെ ഞാനും വന്നിട്ടോ, കറക്റ്റ് പാലം. അപ്പൊ ഞങ്ങള് തിരിച്ചു പോയപ്പോ വെള്ളം വലിഞ്ഞ് തിരിച്ചു പോകണ്ടായിരുന്നു. തിരിച്ചു പോകണ്ടായിരുന്നു. ഇത്ര റിസ്ക് എടുത്ത്. എന്താ പെട്ടെന്ന് ഒരു 2 മിനിറ്റ്. ശരി. എടാ പറ. എന്നിട്ട് പുറത്ത് അലീനെങ്കിൽ വാ പോയി നോക്കിട്ടാ വാ അണ്ണ കയറി അടിക്കാ വാ. നീ ക്യാരടിച്ച് കയറിയാ മതി, ഞാൻ വണ്ടി എടുത്തോളാം. വാ ഇങ്ങോട്ട്. കേരളീയ അല്ല അണ്ണ കോച്ചിനെ കയറിയടി. അതാരാ? ചന്ദ്രന്റെ വണ്ടി പാർക്കിട്ടുണ്ട്, തട്ടല്ലേ? കയറി വന്നിട്ടുണ്ട്. ഇത് എവിടെ പോവാ? കോച്ചിനെ കയറിയടാ ചന്ദ്ര. അല്ല ഇതിപ്പോ എന്താ പരിപാടി? ജോഗി എന്നെ കേക്ക് കടന്ന് വിളിക്കുന്നേ. ഗേറ്റിന്റെ ഫ്രണ്ട്. 1 hour later. മതി. എടാ ഗ്യാങ്ങിലാത്ത ഒരു ഞാൻ ഹിൽസ് എടുത്തോട്ടെ. അല്ല അത് ഒറ്റക്കല്ലേ ഉള്ളൂ. ഈ സൈഡിലോടൊന്നും അധികം വെള്ളം വന്നില്ലല്ലേ? നമ്മുടെ ചെറുക്കനെ അല്ല, അത് ഭയങ്കര വെള്ളമായിരുന്നു. ഇവിടുന്ന് ഒലിച്ചു പോയ വെള്ളേ അങ്ങ് കാലി ചെയ്താ, ഡാമ പറ്റിപ്പോയതാ. ഓ ചിലപ്പോ ഡാം വിട്ട് പുതിയതാണോ? അതെ പുതിയതാ. ഇന്ന് ആട്ട് മേടിച്ചു തരാനാണ് നമുക്ക്. ഇത് കണ്ടോണം, ഇത് ആട്ടാർപ്പിയാണ്. ആട്ടാർപ്പി. എനിക്ക് അല്ല ഇത് ആദ്യം സംസാരിക്കും. സംസാരിച്ചു മറ്റേ സമൂസയുടെ കാര്യം സംസാരിക്കാം. ഓക്കെ. അപ്പം കേജിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഓൾറെഡി കേജ് മറ്റേ നമ്മുടെ ഒരു മിഷനറി എടുക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ 13,000 കോടി വാങ്ങിച്ചായിരുന്നു. 3,000 കോടി നമ്മുടെ കണക്കുണ്ടായിരുന്നു. 3,500 കോടി. ആ 3,500 കോടി. അപ്പൊ ഈ 3,500 കോടിയുടെ സാമാനം എല്ലാം വാങ്ങിച്ച് മറ്റേ മിഷണറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിൽ കെട്ടി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ വേറൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തെങ്ങും മുളയ്ക്കാത്ത ഒരു തരം പ്രത്യേക അണ്ടിയുടെ വിത്ത് അയാളുടെ ഉണ്ടെന്ന്. അണ്ടിത്തൈ അല്ല കേക്കേ, അണ്ടിത്തൈ. ആ അണ്ടിത്തൈ തരാന്ന് പറഞ്ഞ സ്പെഷ്യൽ ബ്രീഡ് അണ്ടിത്തൈയാണ്. എന്നിട്ട് നമ്മളെ നാട് തോറും ഈ കേജ് കല്യാണം കഴിഞ്ഞ് പോയല്ലോ, നമുക്ക് അണ്ടിത്തൈയും കിട്ടിയില്ല, ഒരു അണ്ടിയും കിട്ടിയില്ല. എന്നിട്ട് കേജ് പോയി കഴിഞ്ഞതിന് ശേഷം കേജയുടെ കൂട്ടാളികൾ എന്നിട്ട് കുറെ അധികം അണ്ടികൾ നമ്മൾ പല സിറ്റികളിലെ പല ഭാഗത്തായി നമ്മൾ മുളപ്പിച്ചു നോക്കി. അണ്ടിയും വന്നില്ല, പരിപ്പും വന്നില്ല. ഓക്കെ, അപ്പം മോശമായി പോയി. നമ്മുടെ 3,500 കോടി അവിടെ പോയോ? എന്റെ ഫോൺ എടുത്തു തരും. പോയി. നമ്മുടെ ബിസിനസ് നടത്തി നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് മിസ്റ്റർ എക്സിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സഞ്ചാര സഹചാരിയുടെ നമ്മൾ കൊണ്ട് കൊടുത്തത്. എന്താല്ലേ കേക്ക് നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്ക് കേക്ക് ഒരു വിഷമം തോന്നുന്നില്ലേ? ഇപ്പൊ വരില്ല കേട്ടോ, ജസ്റ്റ് ഇപ്പൊ വരണം പറയുമ്പോ മതി. തോക്കോല്ലോ വന്നോ വെടിവെക്കാൻ? അല്ല അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നമ്മൾ അങ്ങോട്ടൊരു പ്രപ്പോസൽ വെക്കാം. ഓക്കെ, കേക്ക് ഇതിന് നോ പറയരുത്. പ്രപ്പോസൽ എന്താന്ന് പറയാൻ കേക്കട്ടെ.
കേക്ക് നമുക്ക് ആ 3500 കോടി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലെ കുറെ അധികം കാര്യങ്ങൾ നടന്നേനെ. കേക്ക് എടുപിടിയെന്നും പറഞ്ഞ് 3000 കോടി തരണമെന്നല്ല. നമ്മുടെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. അതായത് എന്താന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞ ഉറപ്പിലാണ്, അതായത് കേജ് പറഞ്ഞ ഉറപ്പിലാണ് നമ്മൾ ഈ 3000 കോടിയുടെ മെഷീനറി മേടിച്ച് വെച്ചിരിക്കുന്നത്. ഈ മെഷീനറി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി കസ്റ്റം ബിൽഡ് ചെയ്തതാ. ഇതിപ്പോ പുറത്തെ ആൾക്കാർക്ക് നമ്മുടെ ഒരു ഇത്രയും നാളത്തെ ഒരു ജോലി ശൈലി വെച്ചിട്ടാണ് നമ്മൾ അത് കസ്റ്റം ബിൽഡ് ചെയ്ത് ചൈനയിൽ നിന്ന്. ഇത് വേറൊരാൾക്ക് കൊടുത്താൽ അവർക്കത് കഷ്ടമാവത്തേ ഉള്ളൂ, നമുക്കാണത് കഷ്ടം. മനസ്സിലായേ? അവർക്ക് കഷ്ടം. അപ്പൊ അത് അങ്ങനെ ആരും മേടിക്കാൻ താല്പര്യമില്ല, അങ്ങനെ ആർക്കും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കൺവീനിയൻസിൽ നമ്മൾ ബിൽഡ് ചെയ്തതാണത്. അതുകൊണ്ട് ഇത് വിറ്റാലും ഒന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഞാൻ വിറ്റിട്ടായാലെങ്കിലും ആ സാധനം എടുത്തേനെ. പക്ഷെ ഇപ്പം ഈ 3000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് മെഷീനും വന്ന് ഈ മെഷീൻ വെക്കാൻ നമുക്ക് ഇനിയൊരു ഈ പറയണത് പോലെ ഒരു നല്ലൊരു വെയർ ഹൗസും നല്ലൊരു ഒരു ബിൽഡിങ്ങും എല്ലാം വേണം. അപ്പൊ നമുക്ക് എന്തായാലും 3000 കോടി ഞങ്ങളുടെ കയ്യിൽ പോയി, ബാക്കി കൂടെ ചെയ്യാനുള്ളത് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്കൊരു മിനിമം ഒരു 10,000 ആയിരുന്നു പറഞ്ഞത്, കുഴപ്പമില്ല. എന്നാലും ഒരു 3000 കോടി കിട്ടിയാൽ നമുക്ക് ബാക്കി ബിൽഡിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളോടൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിലാണ്. ഇനിയുള്ള പ്ലാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ബോള് പോയേ, വിശ്വാസത്തിലാണ് ബിസിനസ് ഒക്കെ. ഒരു ബോള് പോയ ഇവിടെ അതെ വരും. ജോഡി അപ്പൊ കാര്യങ്ങളൊന്നും സംസാരിക്കണേ. കാണുമ്പോ എന്തോ ഒരു മാറിയില്ല, എടുക്കാം. അത് കാണുമ്പോ കണ്ണിൽ കുത്തും നീല. അപ്പോ എന്താ അറിയോ, ഞാൻ സംസാരിക്കട്ടെ. പറഞ്ഞു. അപ്പൊ നമുക്ക് പണി ചെയ്യാം എന്തായാലും. ഇപ്പൊ മിസ്റ്റർ വാസു പറഞ്ഞാൽ അത് ആർക്കും കൊടുത്ത് നടത്താൻ പറ്റില്ലല്ലോ. അതെ അതൊന്നും നമുക്ക് മൂന്നാൾക്കും നടത്താം. എന്താ പറയുന്നു? ഞാനും ജോക്കിയും ജോണിമാനും കൂടെ നിർത്തേക്കാം. ഞാനല്ലല്ലോ ഇതിന്റെ, ഞാൻ ഈ ഇവിടുത്തെ ഓരോ കേട്ടിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കേജിനെയൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ആ സമയത്ത്. പക്ഷെ ഈ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് കാശും കട്ടുകൊണ്ട് മറ്റേ പിള്ളേരുടെ കൂടെ ഒളിച്ചോടുന്നത് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ ഈ മറ്റേ വിശ്വാസത്തിലാണ് ഇതിലൊക്കെ സംസാരിക്കാൻ വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് ഈ മിസ്റ്റർ എക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. സത്യം പറഞ്ഞ കേക്ക് ഞാൻ കേജിന്റെ അടുത്തുള്ള ബന്ധത്തിലുണ്ടായിരുന്ന ആൾക്കാർ പിന്നെ ഭയങ്കര അത്രയും ബന്ധത്തിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയിട്ട് ഇവർക്ക് മാത്രം പാർട്ടി എന്തൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് സെപ്പറേറ്റ് പാർട്ടി, ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളി. ഞങ്ങൾ അത്രയും കിടിലും കൂട്ടുകാരായിരുന്നു. നമ്മൾ ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രയും വലിയ എമൗണ്ട് എടുത്ത് വെച്ച് വീശിയത്. കാര്യം പറയട്ടെ, എന്തായാലും പുള്ളി കാശുണ്ടായി. നമ്മളാണ് മിഷനറി മേടിക്കുകയും ചെയ്തു. മേടിച്ചത് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ കട്ടയ്ക്ക് കൂടെ നോക്കാം. ഓക്കെ, അപ്പോ അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 കോടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു സാധനം ബിൽഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ള ലിമിറ്റഡ് ആയിട്ടാണെങ്കിൽ നമുക്കൊരു 5,000 ഒരു 3,000 to 5,000 CR കിട്ടിയാലും മതി. ഇല്ല ഇപ്പൊ നിങ്ങൾ എന്തായാലും 3,000 മുടക്കി മിഷനറി മേടിച്ചു. മേടിച്ചു. ബാക്കി 5,000 മുടക്കി ഞങ്ങൾ ബിൽഡിംഗ് പണിയാം. എന്താ പറയുന്നത്? ഒരു പാർട്ട്ണർഷിപ്പ്. ഓക്കെ, സ്ഥലമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് എല്ലാ സ്ഥലവും ബിൽഡിംഗ് എല്ലാം കോൺട്രാക്ടർ എല്ലാം റെഡിയാണ്. പൈസ മാത്രം കൊടുത്താൽ മതി. അത് നമുക്ക് അടുത്ത മീറ്റിംഗ് ഇല്ലാണ്ട് പൈസ കൊടുത്ത് സെറ്റാക്കാം. ആണോ? എന്താ പറയുന്നു? അപ്പൊ കോൺട്രാക്ടറിൽ ഡയറക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണോ? നമുക്ക് 10%, 5% പണി കഴിയുമ്പോൾ ബാക്കി 2%. ഓക്കെ റെഡിയാണ്. അതുപോലെ കണക്കൊക്കെ ഒന്നേ മറ്റേ രേഖപ്പെടുത്തി ഒരു ഇതിലാക്കി കൂടെ തരണേ. വിശ്വാസക്കേടും കൊണ്ടൊന്നും അല്ല കേക്ക്. നമ്മുടെ തമ്മിൽ എത്ര നാളെ പമ്പ് തുടങ്ങിയിട്ട് എന്തെങ്കിലും കേക്ക് നല്ലപോലെ അറിയാം. കേജിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കേക്ക് വിശ്വാസമൊന്നും ഇല്ലാത്തോണ്ടൊന്നും അല്ല കേക്ക്. നമ്മളൊരു എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ്. നമ്മുടെ ഒരു ബോളില്ലേ, ആ ബോൾ എവിടെയാന്ന് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോണ്ട് തരുമോ ആ ബോളിനെ? സമ്മതമാണെങ്കിൽ അത്
നമുക്ക് മാമന് 5% ചെയ്യാം. എന്ത് പറയുന്നു മിസ്റ്റർ വാസു? എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ ആ നഷ്ടത്തിന്റെ വണ്ടിയുടെ പൈസയും പിന്നെ ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റും ഏകദേശം ഒരു 5000 അല്ലേ കേക്ക് പറഞ്ഞു വരുന്നേ. അത് നമുക്ക് കോൺട്രാക്ടർ സംസാരിക്കാം, കോൺട്രാക്ടറോട് ചോദിക്കാം എങ്ങനെയാ. അതുപോലെ ജോക്കിയോടും കൂടെ ചോദിക്കണം കേട്ടോ. ജോക്കിക്ക് വേറൊരു വിഷമം കൂടെ ഉണ്ട്. ജോക്കിയുടെ കയ്യിൽ നിന്ന് പേഴ്സണലായിട്ട് ഒരു 100 CR കൂടെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി അത്രയ്ക്ക് കമ്പനിയുടെ പേരിൽ ഒരു വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തതും എനിക്ക് ഈ വിഷമം വന്നു. വിഷമം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. പുള്ളിയുടെ സൂചിപ്പിക്കണ്ട മറ്റേ ജോക്കി കേക്കാവോ? ഹലോ ഹലോ ജോക്കി കേക്കാവോ? ഹലോ കേക്കാവോ? ഹലോ ഹലോ കേക്കുന്നില്ല. ഹലോ ഹലോ ഓഫാക്കി ഒന്ന് ഓണാക്കണേ ജോക്കി. ശബ്ദം ഒന്ന് തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും. നേരത്തെ വെള്ളം കയറിയായിരിക്കും. അതെ അതാണ് പ്രശ്നം. അതാണ് ഞാൻ ഡ്രസ് മാറുമ്പോഴേ ഒരു കറുത്ത ജീപ്പ്. ജോക്കി കേൾക്കുന്നില്ല കേട്ടോ. ആ വെള്ളം ശരിക്കും തൊണ്ടയ്ക്ക് പിടിച്ചു തോന്നുന്നുണ്ട്. ഇപ്പൊ കേട്ടു. ഹലോ എവിടെ വരെ എന്താ കാര്യങ്ങൾ? ഞാൻ ജോക്കി ഒരു സെക്കൻഡ് ഒന്ന് ഇവിടെ വന്നേ. എന്തിനു പറഞ്ഞ മറ്റേ യോർക്കർ എടുത്ത് എറി പെട്ടെന്ന്. യോക്കറൊക്കെ എടുത്തറിയാം. ഇത് നീ ഒത്തിരി പ്രതീക്ഷിക്കല്ലേ. ഇപ്പൊ എന്തുവാ പറഞ്ഞു നിർത്തിയേക്കുന്നേ? പുള്ളി ചെയ്യാന്നാണ് പറഞ്ഞത്. പുള്ളി പറയണെന്ന് പറഞ്ഞാൽ ബാക്കി 10,000 കോടിക്ക് ബിൽഡിംഗ് പണിയാം, ബിൽഡിങ്ങിന് ഹാൻഡ് ഓവർ ചെയ്യാം, ആദ്യം 10%, പിന്നെ പൈസ കിട്ടത്തില്ലേ? കോൺട്രാക്ടർ എന്ന് പറഞ്ഞ് ഏതെങ്കിലും അച്ചിപ്പട്ടിയെ തലയെക്കെട്ടും കൊണ്ടൊക്കെ കൊണ്ടുവരാം. ഇയാള് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് അച്ചിപ്പട്ടിയൊക്കെ കെട്ടിയെടുക്കാൻ പറ്റും. ഇയാള് ഡീപ്പായിട്ട് ചെക്ക് ചെയ്യും. ജോക്കിക്ക് എത്ര കൺസ്ട്രക്ഷൻ കമ്പനിയാ വേണ്ടേ? എടാ അതൊക്കെ മനസ്സിലായി. ഇയാള് നാളെ വേണ്ടി ബിൽഡിംഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തോ ഈ ബിൽഡിംഗ് തന്നിട്ട് കൺസൈൻമെന്റ് എടുത്തോളൂ എന്തോ ഈ ജോക്കി 2 മണിക്കൂർ ഇവിടെ ബിൽഡിംഗ് കൊണ്ടുവരാൻ രായൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആരെ നോക്കണ്ടേ? അല്ല ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മുടെ കിട്ടണം. അതെല്ലാം കിട്ടും. എടാ പക്ഷെ പൈസ നമ്മുടെ കിട്ടിട്ട് നമ്മുടെ ഗ്യാങ്ങിലോട്ട് വരണോന്ന് നമുക്ക് അതെല്ലാം ഞാൻ വരുത്ത. ജോക്കി ഇത് കമ്മിറ്റ് ചെയ്യും, ബാക്കി ഞാൻ ഏറ്റ്. ഓക്കെ അത് ഞാൻ പറഞ്ഞില്ലേ. കമ്മ്യൂണിക്കേറ്റ് കേക്കാവോ? കേക്കാം. അപ്പം കേക്ക് അപ്പൊ റെഡിയാണോ? അല്ല പുള്ളി ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുള്ളി അടുത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു. 3000 കോടി നിങ്ങൾ മുടക്കി മിഷണറി മേടിച്ചു. നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് എന്തായാലും പാവം ചൈനീസുകാര് പണിത സാധനം വെറുതെ അവർക്ക് തിരിച്ചു കൊടുക്കണ്ടല്ലോ. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. വാസുള്ള ഫ്രീ ആണോ? ഓ ഷെവീറ, ഞാൻ ഇവിടെ വിസ്റ്ററക്സ് ആയിട്ട് ചെറിയ മീറ്റിംഗിലായിരുന്നു. ആണോ? മീറ്റിംഗ് കഴിയുമ്പോ ഒന്ന് വിളിക്കണം. ഒരു അർജന്റ് കാര്യമുണ്ട് വാസുള്ള. പറ, എന്ത് പറ്റി? പറ. അല്ല ഫ്രീ ആണോ? ഞാൻ കേൾക്കാം. ഈ സൂര്യന്റെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ടാ വാസുണ്ണ. പറ്റുമെങ്കിലും ഒന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഞാൻ കോളിൽ തന്നെ ഞാൻ കാര്യം പറയാം. സൂര്യ ചന്ദ്രന്റെ മോൻ സൂര്യ. ഇവനെ എന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവന്റെ കുറച്ച് വളിക്കേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ വാസുണ്ണ ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൊറേ പറയാനുണ്ട്. വാസുണ്ണ കാര്യങ്ങൾ മീറ്റിംഗ് ആയിട്ട് വാ. ഓക്കെ. എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ സംഭവിക്കണേ. എന്തായി? ഹലോ, ഡിസ്കഷനിലായിരുന്നു. അപ്പോ ജോക്കി പറയുന്നത് ഞങ്ങളൊന്ന് ഇപ്പൊ ലെറ്റ് us have some private means, Mr. Vasu. Sure, you are excused. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ ഇവിടെ വന്ന് വിളിക്കണമല്ലോ ഞാൻ അങ്ങോട്ട് പോണമെങ്കിൽ. എന്റെ ഈഗോ എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഹലോ അപ്പാപ്പാ, എവിടെ ഉണ്ട്? വെച്ച അണ്ടി ഓഫീസിന്റെ ഡീല് സംസാരിക്കാൻ നമ്മൾ കേക്കിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. 7352 അല്ലേ? പെട്ടെന്ന് വാ. ഇനി കണക്കിന്റെ കാര്യം കൃത്യം.
80s എല്ലാ ആൾക്കാരുടെ ഇടയ്ക്ക് ഞാനൊരു ജെൻസിക്കിട്ട് മാത്രം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ അധികം പറ്റും, ഞാൻ മാറിക്കുന്നതാണ് നല്ലത്, മനസ്സിലായോ? ലൈക്ക് ഇവര് ഈ 80s ബോയ്സ് ഉള്ള സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ എനിക്ക് ജെൻസിക്ക് അവിടെ ഒരു സ്ഥാനമില്ല. കുഴപ്പമില്ല, ഇവരെ കണ്ട എന്റെ ഈഗോ ഉണ്ടായിരുന്ന ഞാൻ അതുവരെ പോയില്ല. കണ്ട മുമ്പേ ഉണ്ടായിരുന്ന ജോക്കി അത് നേരിട്ട് കണ്ടിട്ടില്ല ജെയിംസ് പാട്രിക് അറിയാം. ആ പുള്ളി അപ്പൊ കേക്ക് എടാ ഞാൻ ജെൻസിയാണോ, ഞാൻ 1997 ആണോ? പുള്ളി ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുള്ളി 2-3 വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് പുള്ളി അവിടെ അടുത്തു തന്നെ വണ്ടി ഫോൺ ചെയ്തിട്ട് ഡ്രസ് വിട്ട് വന്നിട്ടാ. നമുക്ക് കുറച്ച് അന്തർധാര ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ ദിസ് ഈസ് മിസ്റ്റർ AP ആയിരുന്നു കേജിന്റെ അടുത്ത് ഈ അണ്ടി അഫക്ടേഴ്സിന്റെ മൊത്തം ഡീലിങ്സും സംസാരിച്ച് റെഡിയാക്കിയത്. അതെ 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 അതെ. ആൻഡ് ഞങ്ങൾ അന്നൊരു ഡീലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് 70-30. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിന്റെ 70% എനിക്കും 70% അപ്പാപ്പനും, 30% നിങ്ങൾക്കും. കേക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേജ് പ്രോമിസ് ചെയ്ത ഒരു പ്രീമിയം ബ്രീഡ് ഓഫ് അണ്ടി ഉണ്ട്, അണ്ടിത്തൈ കേക്ക് പറഞ്ഞ കണക്ക് തന്നെ. ആ സാധനം കേജ് തരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്ട്രാ 3000 കൊടുത്തേക്കുന്നത്. ശരിക്കും ഈ അണ്ടിക്കേസൊക്കെ കൂടുതലും പിടിക്കാതെ നമ്മുടെ കേജും ജെപിയും കൂടിയാ. അണ്ടിക്കേസ് പിടിച്ചല്ല ഒരു മിനിറ്റ് ജോക്കി, ജസ്റ്റ് ഗിവ് മി എ മിനിറ്റ്, ലെറ്റ് മീ കോൾ ഹിം. എനിക്ക് കേക്കയുടെ വീക്ക്നെസ് എന്താന്ന് നമുക്കറിയാം. അത് കുഴപ്പമില്ല, നമുക്ക് അത് വേണ്ടതുപോലെ കാണാം. എനിക്കും അറിയാം, യാസ്മിൻ അല്ലേ? അല്ല അതപ്പോ ആശം പറയല്ലോ. ഇങ്ങോട്ട് വന്നേ. എടാ യാസ്മിൻ ആരുടെ ലവർ ആണോ? എടാ മുടങ്ങ എന്തേലും പറഞ്ഞ ഉടനെ കറങ്ങു വന്ന വട്ടം തിരിയാതെ ഉടനെ യാസ്മിന്റെ കേസ് എടുത്ത് പറഞ്ഞത് നമ്മൾ തമ്മിൽ അവരെ കുറ്റം പറയുന്നില്ലേ അയാളുടെ. ജോക്കി ഞാനൊരു തമാശയായിട്ട് പറഞ്ഞത് ആഷിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. അതങ്ങോട്ട് പറയല്ലേ യാഷിൻ. ഞാനൊരു സോറി പറഞ്ഞേ. വേണ്ട ഞാൻ കൂടുതൽ ഭക്ഷണമോ വേണ്ട. കേക്ക് ഇതൊക്കെ സ്പിരിറ്റ് എടുക്കത്തില്ലേ ഉള്ളൂ. കേക്ക് സോറി കേട്ടോ. അല്ല കുഴപ്പമില്ല, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല യാസ്മിന് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഓപ്പൺ മൈൻഡഡ്. അപ്പൊ നമ്മുടെ ഡീൽ എങ്ങനെയാണ്? ഓക്കെ അല്ലേ? ഞാനത് നല്ലൊരു ഡീൽ പറഞ്ഞു. എന്തായാലും 3500 മുടക്കി നമ്മുടെ സാധനങ്ങൾ മേടിച്ചു, മിഷണറീസ്. ദാറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ വാസു പറഞ്ഞു. ഞാൻ മേടിച്ചപ്പോ വാസു വാങ്ങി 3500 ഇതിന് മാത്രം, മിഷണറിക്ക് മാത്രമല്ല വാങ്ങി. ബാക്കി 1500 റോ മെറ്റീരിയലിന്റെ പൈസ ആരും കൊടുക്കും? ഇല്ല, റോ മെറ്റീരിയൽ ഞാൻ കുറച്ച് ദിവസം ഇരിക്കുന്ന അധികം മറിച്ച് വിറ്റപ്പോ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടി. അതോ? അത് കുഴപ്പമില്ല. ഇല്ല, 3500 ആണ് നമുക്കിപ്പോ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു സാർ എന്തായാലും 3500 മുടക്കി. ഞാനൊരു 5000 ഒരു ഭയമൊക്കെ വേണ്ടേ? അത് ഡിപ്പെൻസ്. ലൈക്ക് ബിൽഡിംഗ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ബിൽഡിംഗും ബാക്കി എമൗണ്ട് ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ ഡീല് പ്രകാരം എന്താ നമ്മൾ ഈ ബിൽഡിംഗ് പണിയുമ്പോൾ ദർശൻ എന്തോ നോക്കുന്നറിയില്ലേ, അത് എന്നാലല്ലേ കറക്റ്റ് ആയിട്ട് നമുക്ക് രാശി ഉണ്ടാവുള്ളൂ. മൂലദിക്ക്. അല്ല പിന്നെ വേറൊരു കാര്യം, ഒരു കശുവില് 2 അണ്ടിയൊക്കെ വെച്ചോണ്ട് അതാണ് ഞാൻ അപ്പാപ്പനെ അത് വലുതായിട്ട് ഇതങ്ങോട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മള് സംസാരിച്ച സമയത്ത് ഈ ഹൈബ്രിഡ് കൈൻഡ് ഓഫ് സാധനം നമ്മള് കേസ് നമുക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല കേക്ക് നമ്മള് ഈ കാഷ്യൂനട്ട് മാത്രമല്ലാതെ കാഷ്യൂനട്ട് ഷേക്ക്, കാഷ്യൂനട്ട് ജ്യൂസ്, പിന്നെ ഈ കാഷ്യൂനട്ടിന്റെ പഴം ഉണ്ടല്ലോ. ഇപ്പോഴൊരു കാര്യം ഓർത്തേ, നമ്മൾ ആ കേജ് പറഞ്ഞത് കേട്ടിട്ട് കാഷ്യൂനട്ട് മറ്റേ ഇത് റിഫൈൻ ചെയ്യാൻ വേണ്ടിട്ട് 4000 മണിക്ക് വാങ്ങി. റിഫൈനറിക്ക് എന്തോ ചെയ്യും? വാറ്റ് കേട്ടിന് വാറ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം മുറക്കില്ലല്ലോ 4000 കോടിക്ക്. അപ്പവാ അതെന്താന്നറിയോ, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പാപ്പൻ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. നമ്മള് ആ റിഫൈനറി വിറ്റായിരുന്നു അപ്പാപ്പ. അതും വിറ്റായിരുന്നല്ലേ?
ഇനി എന്തൊക്കെ പറഞ്ഞു ഒരു മിനിറ്റ് എന്നാ പോയിട്ട് വയസ്സായ ആൾക്കാരല്ല സംസാരിച്ചിട്ട് വരും. എന്റെ പൊന്നപ്പാപ്പാ, എന്റെ വാസവൻ ഇതൊക്കെ പറയണ്ടേ, എന്തുവാന്ന് പറയട്ടെ. അപ്പാപ്പ 10,000 കോടിയാണ് നമുക്ക് ടാർഗറ്റ്. 10,000 കോടി. ഓക്കെ, അത് പുള്ളി തരും. ഇനിയും കള്ളം പറഞ്ഞ നമ്മളെ പൊക്കും. ഒരുത്തന്റെ ഇത് പിടിച്ചു പറിക്കുമ്പോ മിനിമം അവന് തിരിച്ച് വീട്ടിലെത്താനുള്ള പൈസയെങ്കിലും കൊടുത്തിട്ട് പിടിച്ചു പറിക്കാവുന്നതാണ് എന്റെ ഗുരുവിനോട് പറഞ്ഞത്. എന്റെ പൊന്നെ, ഈ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന നാളുകൾക്ക് ഈ പറയുന്ന ഓപ്ഷൻ നടത്തിട്ട് എത്ര കോടി കിട്ടിയെന്ന് വല്ല ആരുടെ ഉണ്ടോ വാസവനെ? അതുണ്ടാവും. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇനിഷ്യലി നമ്മൾ ചെറുതായിട്ട് പിഴിഞ്ഞാൽ ഡെയിലി പിഴിയാൻ സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ വെയിറ്റ് ചെയ്താൽ ഓരോ ദിവസവും ഓരോ മുട്ട കിട്ടും. പകരം അതിന്റെ വയറ് കുത്തി കീറിയെടുത്താൽ അന്നൊന്നും തീരൂലേ? അത് ശരി. ബുദ്ധി വേണം പാപ്പാ. വാസവൻ ഇത് പറഞ്ഞില്ലല്ലോ, ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ, ഇപ്പോഴത്തെ കാര്യം പിടിയിട്ടേ. ആ താറാവിനെ കണ്ടാ സുന്ദരൻ, പക്ഷെ കണ്ടാ സ്വർണ്ണമുട്ട ഇടുന്നത് പറയത്തില്ല. സത്യം. അതുപോലെ എന്തോ ഒരു നാണക്കേട് സഹിച്ചിട്ടുണ്ടോ അറിയോ? നാണക്കേട് ഫാക്ടറി ഉണ്ടാക്കിയിട്ട് അണ്ടിയില്ലാത്ത ഫാക്ടറി എന്നൊക്കെ അണ്ടിയില്ലാത്ത ഫാക്ടറി ഉണ്ട്. അത് മാത്രമല്ല ഹൈബ്രിഡ് ഉണപ്പിക്കാനും പറഞ്ഞിട്ട് നാട് മൊത്തം നടന്ന് ഒന്നും വന്നിട്ടില്ല. അപ്പൊ കേക്ക് ഇപ്പൊ 3,000 കോടിയോ അല്ല 4,000 കോടി, എത്ര കറക്റ്റ് നമ്പർ വാസു? 3,500 ചെയ്യാം. 3,500 CR. കേക്ക് നിങ്ങൾക്ക് വാർഷികമായ 1.5 ലക്ഷം 4 വരെയുള്ള അത്രയുണ്ടെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. കേക്ക് നമ്മളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ബോളന്മാരായിട്ട് തോന്നും. നമ്മള് ഇത്രയും അങ്ങനെ നിങ്ങൾ ചിന്തിക്കത്തില്ല. പക്ഷെ നമുക്ക് ഈ 3,000 കോടിയുടെ അവന്മാർക്ക് മാറുണ്ടല്ലോ. അതെ, നമുക്ക് ഒരു ഡീലിലെത്താം. ഓക്കെ, അതായത് ഓൾറെഡി ജോക്കി എനിക്ക് ഓപ്പറേഷൻ തന്നായിരുന്നു. വാസുവിന്റെ കുറച്ച് കളികൾ പൊക്കാൻ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജോക്കി ഞങ്ങളെ ഒരു പ്ലീസ് എക്സ്ക്യൂസ് മീ ജോക്കി, ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ടൈം വേണമായിരുന്നു സംസാരിക്കാൻ വേണ്ടി. പിന്നെ നമുക്കത് ഡീലാണ് എത്തിയപ്പോ ഫോട്ടോസ് അങ്ങ് ഹാൻഡ് ഓവർ ചെയ്യാൻ നമുക്ക് ഈ കാശ് ഞങ്ങൾക്ക് വിശ്വസിച്ചടിച്ചാലോ? എന്ത് പറയുന്നു? എന്തോ കേട്ടില്ല. അല്ലെ, നമുക്ക് ഫോട്ടോസ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. നമുക്ക് ഈ പരിപാടിയാണ് 50-50 അങ്ങ് ഒതുക്കി തീർക്കാലോ. അങ്ങനെയല്ലല്ലോ നമ്മളിത് ഇഷ്ടം ഒത്തിരി പൈസ കയ്യിൽ നിന്ന് പോയതാണ് കേക്ക്. ഇത് സൗഹൃദത്തിന്റെ പെണ്ണാളുടെ കൂടെ ഉള്ള ഫോട്ടോ അല്ല എന്റെ ഉള്ളത്. അങ്ങനെ ഒരു വഴിയില്ലല്ലോ കേക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക് എടുത്ത്, എന്റെ ഈ സിറ്റിയിലുള്ള എല്ലാ കൂട്ടുകാരും ജോക്കിക്ക് അറിയാം. ജോക്കിയുടെ അടുത്ത് മൊത്തം സംസാരിച്ച് സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിന് വന്നത്. വാസുമായിട്ട് കമ്പനി കൂടുന്ന എല്ലാരും വാസുവിന്റെ അടുത്ത് വരുന്ന ആൾക്കാരല്ല, പറഞ്ഞു വിടുന്ന ആൾക്കാരാണ് ചിലരൊക്കെ. മിസ്റ്റർ എക്സിലെ ലൂസിയ. ഹലോ. സംഭാഷണങ്ങളൊക്കെ ചില സംഭാഷണങ്ങൾ റെക്കോർഡിക്കലാ. ഞാനൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ചോദിപ്പിച്ചെന്നുള്ളൂ. ആരെല്ലാം പറഞ്ഞ നമ്മുടെ ഉള്ളിൽ നിന്നോട്ടെ. നമ്മളിനി ഫണ്ടിന് എവിടെ പോകും? നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നടക്കാൻ ചാൻസ് ഇല്ല. കാരണം മിസ്റ്റർ എക്സിന് ഒരു ഫണ്ട് ഷോർട്ടേജ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നമുക്കറിയുമോ JP? നിങ്ങൾക്ക് ഒരു ഫണ്ട് ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് നമുക്കറിയില്ലല്ലോ. നിങ്ങളുടെ തലപ്പത്ത് എന്തിനു പുള്ളി കിടന്ന് കുശി നമുക്ക് ഈ പൈസ വേണോ ജോക്കി? എന്താ പറ്റി? ഇത് ഒരുമാതിരി ചുമ്മാ നമുക്കൊരു വിലയില്ലാത്തൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന പോലെ. എന്താ എനിക്ക് അങ്ങ് ബാഡായി. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത സാധനം അറിയാം. നമ്മുടെ കൈ വരാറായി. ബാഡായി ജോക്കി. എനിക്ക് എന്തോ ഒരു വരാറായി. സമാധാനം കഴിഞ്ഞ് കുഞ്ഞിനെ കൈ എടുക്കാ മതി. ഇനി എടുത്താ മതി കുഞ്ഞിനെ. എനിക്ക് അങ്ങോട്ടൊന്നങ്ങ്
മനസ്സിന് എന്താ തൃപ്തി. മോനെ നിന്റെ പ്രശ്നം? നിനക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ആവല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച് നിക്കട കുട്ട അങ്ങോട്ട്. എന്താണ് പ്രശ്നം? തുറന്നു പറ. എന്തേലും ഉണ്ടോ? പെട്ടെന്ന് എന്തോ പറ്റി? നമുക്ക് വീട്ടിൽ പോയി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. എന്താടാ ഇത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അയാൾ തരാന്ന് പറഞ്ഞില്ലേ? ഗണ്ടിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞില്ല കേസ്. ഗണ്ടിയുടെ കാര്യം പറഞ്ഞാലേ ഇപ്പൊ പറഞ്ഞാൽ അത് വെറുതെ ഒരു കൗണ്ടർ പോലെ ആയി പോകും. നമ്മൾ അത്രയും കണ്ടുപിടിച്ചിട്ട് എന്തോ പറഞ്ഞു. പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് എന്റെ ഇത് പറഞ്ഞ ഈ പുള്ളച്ചോന് എനിക്ക് മെസ്സേജ് അയക്കുന്നു. അല്ലേ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ശരി. ഹലോ, എന്തിനാ ഹായ് അയച്ചേ? നേരെ ഗ്യാങ്സ് വരെ BCC ഡോസ്റ്റേ റെഡി ആയിട്ടിരിക്കും അവിടെ. തോക്കില്ല പണ്ടേ ശീല ബാക്കി വാ. പിന്നല്ല പല കാര്യങ്ങളാണ് JP നമ്മളോട് പറഞ്ഞത്. പിള്ളേരെ അറിയില്ലല്ലോ, നമ്മളിത് അറിയുന്നില്ലല്ലോ. എത്രയായിരുന്നു ഹസ്ബൻഡ് വാങ്ങിയത്? 3500. 3000 ഉള്ളു. 3000 അല്ലല്ല, ഞാൻ നോക്കിയപ്പോ 500 CR എനിക്ക് ഓൾറെഡി കേജിന്റെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട്. അല്ല മിസ്റ്റർ വാസു, അന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യം സംസാരിച്ചപ്പോ നിങ്ങളുടെ ഈ 300 CR ഉള്ളൂ, ബാക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് അന്ന് നമ്മളോട് പറഞ്ഞത്. അതെ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ 3000 CR നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞുതരാം. 3000 CR നമ്മൾ എങ്ങനെയാണ് റൈസ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. നമ്മളെ ഇവിടെ സഹായിക്കുന്ന കുറെ പിള്ളേരുണ്ട്. ബ്ലാക്ക് മാഫിയ, ചന്ദ്രന്റെ ബ്ലാക്ക് മാഫിയ, പിന്നെ സിറ്റിസൺസ് ആയിട്ട്, പിന്നെ സിറ്റിയില് നിങ്ങള് ഈ ഷാഡോ ആയിട്ട് ഇങ്ങനെ സിറ്റിക്ക് വെളിയിലും അകത്തും ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞ സിറ്റിയിലെ കുറെ പേർക്ക് എന്നെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ ചുമ്മാ വന്ന് പൈസയൊക്കെ തരും എനിക്ക് ഇങ്ങനെ ചുമ്മാ. അപ്പം ഞങ്ങളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ വാസണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പൈസയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് പൈസ തരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ മുതുക്കിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി എനിക്ക് പൈസ വേണം, എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പട എല്ലാവരും കൊണ്ടുവന്ന് കുറെ പൈസ തന്ന് 3500 കോടി ഡിം 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 ഡിന്നും സെറ്റായി. ഓക്കെ ഫൈൻ വാസു, നിങ്ങൾ പറയുന്ന പോലെ 3000 CR കേജിന് കൈമാറിയെന്ന് വെച്ചോ. എങ്ങനെയാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്തത്? കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുത്തു. അല്ല, ക്യാഷ് ആയിട്ട് കൊടുത്തു. ലൊക്കേഷൻ എനിക്ക് തന്നത് ക്യാഷ് ആയിട്ടാണ്. ഞാൻ പറയാം, എനിക്ക് ഇങ്ങോട്ട് അതായത് എൻ്റെ അടുത്ത് ആദ്യമേ പുള്ളിക്കാരൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു. ബാറിൽ വെച്ച് ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളി ഇതിനെ പറ്റി പറയുന്നത്. പുള്ളി എൻ്റെ അടുത്ത്, ഞാനത് പുള്ളിക്ക് ക്യാഷ് ആയിട്ട് അതിന് കൊടുത്തിട്ടില്ല. പുള്ളിക്കല്ലല്ലോ ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടത്, നമുക്ക് മെഷീനറി മേടിച്ച മെഷീനറിയിലെ ആൾക്കാർക്കല്ലേ കൊടുക്കേണ്ടത്. ഞാൻ 3000 കോടിക്ക് മെഷീനറി മേടിച്ച് അവർക്കാണ് പൈസ കൊടുത്തത്, അല്ലാതെ ഇവർക്കല്ല കൊടുത്തത്. ഓക്കെ ഫൈൻ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മെഷീനറീസ് എല്ലാം ഇൻസ്പെക്ഷൻ നടത്താം. നമുക്ക് നിങ്ങൾ വാങ്ങിച്ചു എന്നുള്ള മെഷീനറീസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിനപ്പുറത്തോട് നമുക്കൊരു ഇത് വേണ്ട. നമ്മള് അത്രയ്ക്കും വിശ്വാസം അളിയാന്ന് പറഞ്ഞ് ഞാൻ തോളത്ത് കൈയിട്ട് നടത്തിയ ഒരു ബിസിനസ് ഡീലാണ് ഇത്. നമ്മൾ ഇപ്പോഴും മിസ്റ്റർ വാസു, നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തന്നെയാണ് വാസുവിനോട് ഇപ്പോഴും ഞാൻ പറയുന്നത്. അതായത് നമ്മൾ റെഡിയാണ്. നിങ്ങൾക്ക് ഞങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരൂ. ജോക്കി പ്രശ്നം കൈവിട്ട് പോയി. ജോക്കി ഗ്യാങ് ഹൗസിൽ ഇരിക്കുന്നു. ഹോസ്റ്റേജ് എടുത്തു നമ്മുടെ ടിവിയെ. നമ്മൾ ഒറ്റ കാര്യം നേരെ പോന്നു. ജോക്കി മെഷീനറി അല്ലേ, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ജോക്കി നമ്മൾ ഇന്ന് കാണിക്കാം. ഇന്ന് നമ്മൾ ഇത് പറയുന്നു. ഇല്ല മെഷീനറി എല്ലാം ഉണ്ട്, ഒരു സീനും ഇല്ല. അപ്പൊ ഇത് എന്റെ വിട്, ഞാൻ ബാക്കി ഞാൻ ഏറ്റു നിൽക്കി. ഞാനിപ്പോ ഡീൽ ചെയ്യാം. വാ ഇന്ന് ഞാൻ കേറ്റൂല ഇവൻ. ഹലോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ എക്സ്, നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കുടുംബം വേറൊരു കുടുംബത്തിന് ആളെ തൂക്കിക്കൊണ്ട് വന്ന് നമ്മുടെ ഗ്യാങ് ഹൗസിൽ വെച്ച് മൊത്തം പ്രശ്നമായി, അടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് അർജന്റ് ആയിട്ട് അവിടെ വരെ ഒന്ന് പോകണം. പക്ഷേ ഞാൻ പറയാം, ഞാൻ പോയിട്ട് തിരിച്ച് ഫ്രീ ആയിട്ട്, ഞങ്ങൾ ഫ്രീ ആയ ഉടനെ ഞാൻ KK വിളിക്കും. ഗെറ്റ് റെഡി ടു വിസിറ്റ് അവർ മെഷീനറീസ്. ഓക്കെ, ആ സ്ഥലത്തോട്ട് വരണം.
മെഷീനറി മൊത്തം കാണണം, കണ്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ വാല്യൂ നിശ്ചയിച്ചതിന് ശേഷം മാത്രം പൈസ തന്നാൽ മതി. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. കേക്ക് ഞാൻ വിളിക്കാം കേട്ടോ. കേക്ക് അല്ല ജോക്കി പോണില്ലല്ലോ.